കൃഷ്ണ 2 രൂപ തരൂ. എന്തിനാ സാറേ? കുടിക്കാൻ. വേണ്ട സാറേ. വേണം. കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരും. തരുമോ? വലിയ ഉപകാരം. ഹലോ, give me 2 rupees. സാർ? നീയോ? അതെ. അങ്ങേക്ക് എത്ര രൂപ വേണം സാർ? I don't want anything from you. No, no. ഒരു ഗ്ലാസ് എനിക്ക് കൂടെ തരുമോ? ഭാസ്കര, ഭാസ്കര, ഒരു ഗ്ലാസ്. ചേട്ടാ, താനിത് പോയില്ലായിരുന്നു. കാശില്ല, തരില്ല എന്ന് പറഞ്ഞില്ലേ? കാശ് ഞാൻ നാളെ തരാം. 1 ഗ്ലാസ്. ഇല്ല, പ്ലീസ്. ചേട്ടാ, ഇതൊരു ശല്യമായല്ലോ. ഈ ഗ്ലാസും കൊണ്ടട. വേഗം കുടിച്ച് സ്ഥലം വിട. താങ്ക്സ്, താങ്ക്സ്. ആശാനെ, ഇതിപ്പോ സൈക്കിൾ ട്യൂബിൽ വരുന്നോണ്ടായിരിക്കാം ഒരു രുചി വ്യത്യാസം. രുചി വ്യത്യാസം നീ പല്ല് തയ്ക്കാഞ്ഞിട്ടാ? നേരെ ആയിരിക്കാം. പല്ലേക്കാൻ നേരം കിട്ടണ്ടേ? അയ്യോ അമ്മേ. ഭാസ്കരേട്ടാ, എന്താടി? എനിക്ക് 10 രൂപ വേണം. ഡോക്ടറെ കാണാൻ. എനിക്ക് തീരെ വയ്യ. രൂപ തന്നോടെ കൊണ്ട് തന്നിരിക്കുന്നു. എടാ മഹാഭാവി, ജീവിതം മുഴുവനും എന്നെ വിറ്റ് കാശാക്കിയവനല്ലേ നീ? നീ എന്നെ ആട്ടുന്നോ? എടാ, നിന്നെ പോലീസ് പിടിപ്പിച്ചില്ലെങ്കിൽ ഞാൻ സരോജിനിയല്ല. നീ പിടിപ്പിച്ചോടി. അയ്യോ അയ്യോ അയ്യോ, അവളുടെ അമ്മയുടെ പോലീസ്. ഡൈഷി, നീ രാത്രി എവിടെ പോകുന്നു? സായിപ്പിന്റെ കാറ്റ് പോയെന്നാ തോന്നുന്നത്. എവിടെന്ന്? ഒരു തുള്ളി ചാരായം മണിപ്പിച്ചാ മതി, ഇപ്പൊ അത് എഴുന്നേറ്റ് വരും. ഡാഡി, 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 എഴുന്നേക്ക് ഡാഡി, എഴുന്നേക്ക് ഡാഡി, എഴുന്നേക്ക് ഡാഡി. നീ സായുവിന്റെ മോളാണോ? അതെ. കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും. കുടിച്ച കാശ് തന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ മതി. എന്റെ കയ്യിൽ കാശില്ല. കാശുണ്ടാക്കാൻ വഴിയുണ്ട്. നീ പേടിക്കാതെ ഇങ്ങോട്ട് വാടി പെണ്ണേ. ആശാന് എടുത്ത് പൈപ്പിനകത്തോട്ട് കൊണ്ടുപോയിക്കോ. എന്ന് ഞാൻ വിടാനോ?
ഡെയ്സി, നിനക്കെങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞു തിരുത്താൻ പാടില്ലേ? എന്തിന്? ഇങ്ങനെ നശിക്കാതിരിക്കാൻ. എന്റെ ഡാഡി നശിക്കുകയല്ല, നിങ്ങളൊക്കെ ചേർന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ പിടിപ്പിച്ച തീയുണ്ടല്ലോ, അതിൽ നിന്ന് ആശ്വാസം നേടാനാണ് കുടിക്കുന്നത്. ഡെയ്സിക്ക് എല്ലാം അറിയാമല്ലോ. ഇല്ല, ഞാനൊന്നും അറിയാൻ കഴിയാത്തവളായിപ്പോയി. അതെ, അല്ലെങ്കിൽ ആ തെമ്മാടി എന്റെ കയ്യിൽ അകപ്പെടുകയില്ലായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് നടക്കുമായിരുന്നു എന്നറിയാമോ? എന്ത് നടക്കാൻ? എന്റെ ഡാഡി കുടിച്ച കാശിന്റെ പേരിൽ അവരെന്നെ പിടിക്കും. അവരുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ വഴങ്ങേണ്ടി വരും. ഡെയ്സി, ബാലേട്ട, നല്ലവനായ ഡാനിയൽ തെണ്ടുന്നതിനേക്കാൾ അഭിമാനമല്ലേ അയാളുടെ മകൾ ശരീരം വിൽക്കുന്നത്? ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് മറുപടിയില്ല. ഉണ്ടാവില്ല. ഞങ്ങളുടെ വീട് പോയി, ഞങ്ങൾ പട്ടിണിയിലായി. അപ്പോഴൊന്നും നിങ്ങൾക്ക് മറുപടി ഉണ്ടായില്ലല്ലോ. എന്നെ കണ്ടാൽ ഇദ്ദേഹം ആട്ടിയിറക്കുകയല്ലേ ചെയ്യുന്നത്? ആട്ടിയിറക്കുന്നത് നേരിട്ടാണ്, പക്ഷെ നിങ്ങൾ ചെയ്തത് ആത്മവഞ്ചനയല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി പറയാമോ? ജീവിതത്തിലെല്ലാം നിങ്ങളാണെന്ന് കരുതിയിരുന്ന എന്നോട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ ഡെയ്സിയെ മറ്റൊരു തരത്തിൽ കണ്ടിരുന്നില്ല. എങ്ങനെ കണ്ടാലും എനിക്കിനി നിരാശയില്ല. ഇതെല്ലാം കണ്ടു മതിയായെങ്കിൽ പോകൂ, എന്റെ ഡാഡി ഉണരുന്നതിന് മുമ്പായി പോകൂ. ഡ്യൂട്ടിക്ക് പോയില്ലേ? പോകാൻ തുടങ്ങിയായിരുന്നു. നമുക്ക് എന്താ വന്നേ? കുട്ടീനെ കൂട്ടിക്കൊണ്ട് പോകാൻ. കുട്ടിയെ കൊണ്ടുപോകാൻ? ഞാനവളെ അവിടെ കൊണ്ടാക്കില്ലേ പതിവ്? അതിപ്പോ ഒരു ദിവസം നമ്മൾ ഇവിടെ വന്ന് കൊണ്ടുപോയതെന്താണപ്പാ? അത് ശരിയാ. മോള് ബാ. മമ്മക്ക, റാണിയെ മറ്റൊരിടത്ത് അയക്കരുതേ. അതിന്തപ്പാ ഒരു പുതിയ വർത്തമാനം നമ്മൾ കുട്ടിയെ കൊല്ലാണ്ടി കൊണ്ടു. അയ്യോ, അതല്ല. നമുക്ക് കുട്ടീനെ കൊണ്ടുപോകാനും അറിയാം, വൈകുന്നേരം അതുപോലെ തിരിച്ച് കൊണ്ടുവരാനും അറിയാം. താൻ ഡ്യൂട്ടിക്ക് പോപ്പാ. കുട്ടി, എന്താ മമ്മൂക്ക? ഇതാരാണെന്ന് നോക്കി. നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാണ് റാണിയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഒരു പെറ്റ തള്ളയുടെ മനസ്സിന്റെ വിഷമം ഞമ്മക്കറിയാം. പേടിക്കണ്ട, എല്ലാം നമ്മ മനസ്സിലാക്കി. മമ്മൂക്ക, പൊട്ടിക്കാൻ കഴിയാത്തൊരു കുരുക്കിലാണ് ദൈവം എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് പരിഹാരം പറയാനെ കൊണ്ട് നമുക്ക് പിടിയില്ല. പക്ഷെങ്കില് രാഘവൻ അറിയാതെ എന്നും നമ്മൾ കുട്ടീനെ ഇവിടെ കൊണ്ടുവരാം. ഓൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് കുട്ടീനെ മടക്കി അവിടെ കൊണ്ട് വിടണം. അതൊരു വ്യവസ്ഥ. മമ്മൂക്ക പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും എന്റെ കുഞ്ഞിനെ എന്നും എനിക്ക് കാണണം. അത് നമ്മൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ പറ്റാ. ശരി മമ്മൂക്ക. വൈകുന്നേരം കുട്ടീനെ കൊണ്ടുപോയി നമ്മൾ വരും. മോളെ, മോളെ. ചേച്ചി എന്തിനാ കരയണേ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. മോളെ, എന്നെ അമ്മയെന്ന് വിളിച്ചേ. അമ്മയോ? എന്റെ അമ്മ മരിച്ചുപോയി. ഇല്ല മോളെ, ഇല്ല മോളെ, അമ്മയെന്ന് വിളിച്ചേ. അമ്മേ